സോ വെൽക്കം ഗൈസ്, ജിമ്മൽ വ്ളോഗിലോട്ട് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 2-3 ദിവസം അടുപ്പിച്ചായി വീഡിയോസ് ഇട്ടിട്ട്. നമുക്ക് ഒന്നാമത്തെ കാര്യം കണ്ടന്റില്ല, രണ്ടാമത്തെ കാര്യം ഇത് ഫ്രീ ടൈമിലൊക്കെ ജോലിക്ക് പോകണമെന്നുണ്ട്. നമ്മളെ ലക്ഷ്യം സാധിക്കണം, നമുക്ക് PSC എടുക്കണം. ഏതാണ്ട് ഒരു കാൽഭാഗം ബഡ്ജറ്റായി. കാൽഭാഗം എന്ന് പറയാൻ പറ്റില്ല, കാൽഭാഗം കഴിഞ്ഞ് അരയുമല്ല കാലുമല്ല, അങ്ങനത്തെ ഒരു ബഡ്ജറ്റായി ഇപ്പോൾ നിൽക്കുകയാണ്. ഈ ബഡ്ജറ്റ് ആവാണ്ട് അതും കൂടെ ആയിരുന്നാലേ നമുക്ക് PC നമ്മളെ കയ്യിൽ കിട്ടത്തുള്ളൂ ഗൈസ്. ഓക്കെ, നമ്മൾ ഇന്ന് വന്നിരിക്കണത് ഇന്നൊരു കണ്ടന്റ് ഇല്ല ഗൈസ്, വ്ളോഗിന് കണ്ടന്റ് ഇല്ല. എന്നാലും ചുമ്മാ ക്യാമറ ഓണാക്കി ഇരിക്കാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഒപ്പിക്കണമല്ലോ. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു, സ്കൂളിൽ പ്ലസ് 1 അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് പുല്ല് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് തേങ്ങ അവിടെ ഫോൺ അലോഡല്ല, ബട്ട് ഞാൻ കൊണ്ടുപോയി. ഞാൻ ഫോണ് സൈലൻ്റ് ആക്കി, എല്ലാ ഫുള്ളും നോട്ടിഫിക്കേഷൻ എല്ലാ സംഭവവും ഓഫ് ചെയ്തിട്ട് ഫോൺ ബാഗിട്ടിരുന്നു. സ്വിച്ച് ഓഫ് ആക്കിയായിരുന്നു, ബാഗിട്ടിരുന്നു. അങ്ങനെ പറഞ്ഞ് ഫോണ് കൊണ്ടുവരല്ലേ, മുടിഞ്ഞ സ്ട്രിക്റ്റ് കൈസ് അവിടെ. തേങ്ങ എന്ത് സ്കൂളാണെന്ന് അറിയില്ല, എൻ്റെ മുടി വെട്ടാൻ വരുന്നു. ഫസ്റ്റ് തന്നെ തൂക്കി മുടി വെട്ടണം, കമ്മലിടാൻ പാടില്ല, എന്ത് തേങ്ങയാണോ. ഓൺ ദ സ്പോട്ട് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നാളെ മുടി വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറയണം, എന്നിട്ട് നോക്കാം. എന്നിട്ടും പറ്റില്ലെന്നാണെങ്കിൽ മുടി വെട്ടിയേ പറ്റൂ ഗൈസ്. എന്നെ കഷ്ടപ്പെട്ട് ഓർത്തിയത് വെട്ടിക്കളയാൻ മനസ്സുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് നോക്കാം മുടീൻ്റെ കാര്യമുള്ളത്. ഓക്കെ, അപ്പം അത്യാവശ്യം കൊള്ളായിരുന്നു. പ്രത്യേകിച്ച് കമ്പനി അടിക്കാൻ വേണ്ടി പയ്യന്മാരൊന്നും ഇല്ല കേസ്. സത്യം പറഞ്ഞാൽ ബോറാണ് അവിടെ, സ്കൂളേ ബോറാണ്. മുടിഞ്ഞ സ്റ്റിക്ക്, യൂണിഫോം, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് മുടി വളർത്താൻ പാടില്ല, കമ്മലിടാൻ പാടില്ല, ഇഷ്ടപ്പെട്ട ഒരു ജെട്ടി പോലും ഇടാൻ പറ്റില്ല, എന്ത് തേങ്ങയാണോ. അതുകൊണ്ട് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ പരിചയത്തിൽ 2 പയ്യന്മാരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു പെൺകുട്ടി എന്നോട് പഠിച്ചുണ്ടെന്നാണ് എൻ്റെ അറിവ്, ബട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇന്നത്തെ ദിവസം ഞാൻ കണ്ടില്ലായിരുന്നു. 2 ബോയ്സിനെ കണ്ടായിരുന്നു എൻ്റെ പരിചയത്തിലുള്ള. എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ ട്യൂഷനിൽ പഠിച്ച 2 പേരാണ്, 2 ട്യൂഷനിലാണത്. ഓക്കെ, അപ്പം അങ്ങനത്തെ 2 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലാസ്സിലുള്ള ഇപ്പം എൻ്റെ അടുത്ത് കമ്പനി അടിച്ച്, ബാക്കിയുള്ളവരൊന്നും കമ്പനി അടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ആവണില്ല സത്യം പറഞ്ഞാൽ. ബോറാണ് ക്ലാസ്. ആണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ. സംഭവം 60 എത്ര പിള്ളേരുണ്ട് മൊത്തം ക്ലാസ്, ടോട്ടൽ ബോയ്സും ഗേൾസും ആയിട്ട്. ക്ലാസ് കയറുമ്പോൾ തന്നെ ഫുൾ ക്രൗഡാണ്. തേങ്ങ കിറുക്കുടിക്കും കേസ്, സത്യം പറഞ്ഞാൽ കിറുക്കുടിക്കും, ഭ്രാന്ത് പിടിച്ചാണ്. സോ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്ത് കിട്ടിയാൽ നമ്മൾ കാര്യം. അല്ലെങ്കിൽ എൻ്റെ മുടി മൊത്തം എടുക്കേണ്ടി വരും, പണി കിട്ടും. ഓക്കെ, പിന്നെ ബ്രൗൺ പേപ്പർ ഇട്ട് ബുക്ക് പുതിയാണ്, എല്ലാ നോട്ടും കംപ്ലീറ്റ് ആയിരിക്കണം. തേങ്ങയാണ് മാങ്ങയാണ്, ഒരു ക്ലാസ് ഒരു ലീവ് എടുക്കാൻ പാടില്ല, ഗ്രൂപ്പിൽ എപ്പോഴും ആബ്സെൻ്റ് ഇടും, എന്ത് തേങ്ങയാണോ. ഓക്കെ, നമുക്ക് പറഞ്ഞിടത്ത് വെച്ച് നോക്കാം. ഇനി പറഞ്ഞ വിവരങ്ങൾ ഞാൻ ഓൺ ദ സ്പോട്ടിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. വേറെന്താണ്, ക്ലാസ്സിൽ പെണ്ണുങ്ങളൊന്നും പോരാ ഗൈസ്, സത്യം പറഞ്ഞാൽ പോരാ. ഒരു കുറച്ചൊക്കെ കൊള്ളാമെന്നുള്ളതുണ്ട്, ബട്ട് നമ്മൾ സ്റ്റിൽ നോക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ എന്ത് പറയുന്നത്, നമ്മളെ ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് ഓക്കെ വരാൻ ചാൻസ് ഇല്ല. നമ്മളങ്ങോട്ട് പട്ടിയെ പോലെ പോയിരുന്നാലും വരില്ല, പട്ടിയെ പോലെ പോയിരുന്നാലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരി തന്നിട്ട് പോകുന്ന കൂട്ടങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പോയിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എന്ത് കണ്ടന്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. മൈക്കൊന്ന് തെറ്റിയായിട്ട് ഓക്കെ, എന്ത് കണ്ടന്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. സോ എന്ത് കണ്ടന്റ് വേണം ഗൈസ്? നമുക്ക് ഇപ്പം ഒരു ഫോണേ ഉള്ളൂ, എൻ്റെ സാംസങ് ചാർജ് കിടക്കുകയാണ്. അത് കിട്ടുന്ന വലിയ ഉപകാരമൊന്നുമില്ല, അത് ഷെയർ ചെയ്തൊക്കെ എടുക്കുമ്പോൾ നേരെ വിളിക്കും. ഓക്കെ, അതുകൊണ്ട്
നമുക്ക് ഒറ്റ ഫോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? ഗെയിം റെക്കോർഡായിരുന്നാലും ഫേസ് ക്യാം കാണത്തില്ല. ഓക്കെ, പിന്നെ എൻ്റെ ഈ സാംസങ് ഫോണിൽ ഞാൻ ഈ നമ്മളെ കീബോർഡ് മാത്രം കണക്ട് ചെയ്ത് ഗെയിം കളിച്ച് നോക്കിയായിരുന്നു. കാരണം കൊള്ളാം ഗൈസ്. ഫോണിൻ്റെ ലാഗ് എല്ലാം കൂടെ കിറുക്കുന്നു. ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഫസ്റ്റ് PC എടുക്കണോ അതോ ഫോൺ എടുക്കണമെന്നാണ്. എൻ്റെ ഈ ഫോൺ ചത്ത് പുള്ളി എഡിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പ്ലാനിൽ ഇരിക്കുകയാണ്. രണ്ടും ഏകദേശം ഒരു റേറ്റാണ്. ഓക്കെ, ഒരു മിനിറ്റ് കോൾ പറഞ്ഞു. അപ്പോൾ ഗൈസ് അച്ഛൻ വിളിച്ചായിരുന്നു. അപ്പം ബുക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏത് ബുക്ക് വേണം എന്നൊക്കെ ആക്കാന്ന് വെച്ചിട്ട് വിളിച്ചാണ്. 6 വിഷയമാണ് പ്രശ്നമുള്ളത്. അപ്പോൾ 6 ബുക്ക് വേണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് അത് വാങ്ങാൻ പറഞ്ഞിട്ട്, ഇത് ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു എന്താ പറയുക, ഇപ്പം നമ്മളിപ്പം അവിടെ പഠിക്കണം, എനിക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞാൽ അവർ തരണം. ബട്ട് അവർ തരുന്നില്ല. അവർ എൻ്റെ ഇഷ്ടമാണ്, മറ്റേതാണ് മറിച്ചതാണ്, ഏറ്റവും വലിയ ബെസ്റ്റ് സ്കൂളാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എനിക്ക് ആ ഒരു ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ തരത്തില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ തരത്തില്ലെങ്കിൽ ഞാൻ മുടിയും വെട്ടത്തില്ല. പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ അവർ യൂണിഫോം വാങ്ങാൻ പറയണമുണ്ട്. ഞാൻ യൂണിഫോം വാങ്ങിച്ചിട്ടില്ല, ഇതായിരിക്കും വാങ്ങാൻ പറഞ്ഞുകൊണ്ട്. വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്ഫർ അഥവാ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ പൈസ നഷ്ടം. 1000 രൂപ എങ്ങാണ്ടാണ് 2 ജോഡി യൂണിഫോമിന് പറഞ്ഞത്. അപ്പോൾ ആ പൈസ നഷ്ടമാവും. ടെക്സ്റ്റ് വാങ്ങാം, ടെക്സ്റ്റിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടി, കൊമേഴ്സിലായിരിക്കും എന്തായാലും ട്രാൻസ്ഫർ കിട്ടുക. അപ്പം ട്രാൻസ്ഫർ കിട്ടി പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ ടെക്സ്റ്റ് കൊണ്ട് യൂസ് ആവും. അതുകൊണ്ട് ട്രാൻസ്ഫറിൻ്റെ കാര്യം നോക്കണം. പിന്നെ ടെക്സ്റ്റ് ഇപ്പോൾ അവിടെ എന്തോ 2 വിഷയം കണ്ടേ അന്നുള്ളൂ, ബാക്കി 4 വന്നില്ല. അടുത്ത ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അങ്ങനെ എന്താണ്ടൊക്കെയാണ് പറയണത്. ഞാൻ കിറുക്കുടിക്കും. ജോസ് കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സാറുണ്ട് കേസ് അവിടെ, നൈസ് സാറാണ്, പാവമാണ്. പ്രത്യേകിച്ച് ആ സ്കൂളിനെ പറ്റിയൊന്നും പറയില്ല. അവർ ചിലപ്പോൾ ഈ വ്ളോഗ് എന്തെങ്കിലും കണ്ടിട്ട് എൻ്റെ അടുത്ത് ചൊറിഞ്ഞുകൊണ്ട് വരികയായിരിക്കാം. സോ എനിക്ക് പറയാം. ബേസ് വേണ്ടി വീണ്ടും കോളും. സോ ഇപ്പോൾ വീണ്ടും വിളിച്ച അച്ഛൻ തന്നെയാണ്. പെൻസിൽ, പേന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞൊന്നും എൻ്റെ കയ്യിലില്ല, എല്ലാം പോയി. അപ്പോൾ ജോമെട്രി ബോക്സ് ഫുൾ സെറ്റോടെ വാങ്ങാനാണ് പറഞ്ഞിരിക്കണേ. അത് വാങ്ങിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തേക്കുള്ള കണ്ടന്റ് കേസ്. ഓക്കെ, നമുക്ക് അതിലൊന്ന് വെച്ച് പിടിക്കാം. ഓക്കെ, അപ്പോൾ സ്കൂളിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. സോ ഒരു പുതിയ ബാഗ് കാണിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ. ഓക്കെ, ക്യാപ്റ്റൻ്റെ ഒരു ബാഗാണ്, ഒരു സ്പോർട്സ് ബാഗാണിത്. അപ്പം നമ്മുടെ ഈ 10ാം ക്ലാസ് ബാച്ച് പഠിച്ചപ്പം എനിക്ക് കൂട്ടുകാരന്മാരെന്ന് പറയാൻ വേണ്ടിയിട്ട് 4 പേര് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് 4 പേരേ ഉള്ളൂ. ഒന്ന് ഷാഹിദ്, ഒന്ന് സാബിത്ത്, അതേപോലെ തന്നെ ഒന്ന് സെയ്ദലി എന്ന് പറഞ്ഞിട്ട്, അങ്ങനത്തെ 3 ഫ്രണ്ട്സ്. 3ആണല്ലേ, സോറി 3. അപ്പം അവന്മാർക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയ്ദലി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ അവിടെയാണ് കിട്ടിയത്. കുളത്തൂർ 2 പ്രാവശ്യം 2 അലോട്ട്മെൻറ്റിൽ അവൻ അവിടെയാണ് കിട്ടിയത്. ബട്ട് അവൻ അഡ്മിഷൻ എടുത്ത് എന്നിട്ട് പിന്നെ DC വാങ്ങിച്ച് 3rd അലോട്ട്മെൻറ്റിൽ അവന് തിരുവറം എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ബയോളജി സയൻസ് കിട്ടി. അപ്പോൾ അവൻ അങ്ങോട്ട് പോയി ട്രാൻസ്ഫർ വാങ്ങിച്ച്. സാബിത്ത് എന്ന് പറയുന്ന അവനും 2nd അലോട്ട്മെൻറ്റിൽ കുളത്തൂരാണ് കിട്ടിയത്. 3rd അലോട്ട്മെൻറ്റ് ആയപ്പോൾ പൂവാറ് കിട്ടി. അപ്പോൾ അവിടെ അവനും അങ്ങോട്ട് പോയി. പിന്നെ ഷാഹിദ് എന്ന് പറയുന്നത് അവനും പൂവാറാണെന്ന്, അവനും അങ്ങോട്ട് പോയി. അപ്പം നമ്മൾ പ്ലാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ബാഗൊന്നും ചുമന്നു പോകേണ്ട ആവശ്യമില്ല. സംഭവം 6 വിഷയമേ ഉള്ളൂ. വേറെ ബോക്സ് കാര്യങ്ങൾ അത്ര ഒന്നുമില്ല. ബോക്സ് പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഇത്രേ ഉള്ളൂ. വെള്ളം വേണേൽ കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോകാറില്ല. അതിന് കണക്കായിട്ടുള്ള ഒരു ബാഗ് വാങ്ങണം. അതായത് പൂവാറിനാമാർ വാങ്ങിച്ച് 200 സംതിങ് ആണ് റേറ്റ് പറഞ്ഞത്. അവിടെ പൂവാറൊക്കെ ഇവിടെ ഞാൻ ഊരമ്പു അവിടെ എന്താണ് വാങ്ങിച്ചത് 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. സ്പോർട്സാണ് അത്യാവശ്യം നമുക്ക് നിൽക്കും. അതിൻ്റെ അകത്ത് തന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫസ്റ്റ് ദിവസം തന്നെ ക്ലാസ് ഉണ്ടായിരുന്ന കേസ്. എൻ്റെ അമ്മ കിറുക്കുടി ഇതാരായിട്ട്. അതെ, കിറുക്കുടിക്കും
ഇത് തേങ്ങ ക്ലാസ് ആണെന്ന് അറിയത്തില്ല. ബുക്കൊക്കെ ഉണ്ടായിരുന്നു പോലെ. നമ്മളെ എന്തോ സ്വഭാവമോ അങ്ങനെ എന്തോന്ന് എഴുതാൻ പറഞ്ഞവർ. പ്രയോറിറ്റി സെറ്റിംഗ്. ഓക്കെ, അതായിരുന്നു നമ്മളെ ഫസ്റ്റ് അവർ തന്നിരിക്കുന്നത്. ഇത് എന്താ ഇംഗ്ലീഷിൻ്റെ എന്തോ ആയിരുന്നു ടീച്ചർ തന്നത്. ഒന്നാമത്തെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പം എനിക്ക് എൻ്റെ ജീവിത ലക്ഷ്യം എന്തെന്നായിരുന്നു കേട്ടത്. അപ്പം ഞാൻ എഴുതിയിരിക്കുന്നു എഡ്യൂക്കേഷൻ. ഓക്കെ, പിന്നെ ജോബ് ഇപ്പം ഓൺലൈൻ വഴി എഡിറ്റിങ്ങിൻ്റെ ബേസിക്കായിട്ട് വർക്ക് ചെയ്യണമുണ്ട്. അതേപോലെ തന്നെ വേറെ കുറച്ച് പരിപാടിയായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജോബ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് സ്പോർട്സ് ഗെയിം ഇതൊന്ന് കെയർ ചെയ്തൊന്ന് നോക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ ആഗ്രഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ആവണം, എന്തൊക്കെ എടുക്കണം എന്നൊക്കെ. ഫസ്റ്റ് തന്നെ PC എഴുതിയിട്ടുണ്ട്. PC എഴുതിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി താല്പര്യമുണ്ട്. ഫോട്ടോഗ്രാഫി ആവണമെന്നുണ്ടായിരുന്നു. എഡിറ്റർ ആവണമെന്നുണ്ടായിരുന്നു. ബാക്കി കുറേ എഴുതണമെന്ന് പറഞ്ഞാൽ 5 എണ്ണം എഴുതാനാണ് പറഞ്ഞതിൻ്റെ അടുത്ത്. ബട്ട് ഞാൻ 7 എണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി എഴുതണമെന്നുണ്ടായിരുന്നു, പിന്നെ വിട്ട്. പിന്നെ അവർ നമുക്ക് 10 എണ്ണം തന്നിട്ടുണ്ട്. മൈൻഡ്ഫുൾ. ഓക്കെ, മൈൻഡ്ഫുള്ള്. പിന്നെ അതേപോലെ ഹാർഡ് വർക്ക്, അംബീഷൻ, ഇതിൽ ടൈം പ്ലാന്, ഡിസിപ്ലിൻ. അയ്യോ തേഞ്ഞ ഒരു മിനിറ്റ്. ഇത് ലൈറ്റ് തേങ്ങയൊക്കെ എവിടെയാണ്? സോ ഗൈസ്, കറണ്ട് പോയതാണ്, വേറെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, നമ്മളിവിടെ നിർത്തിയ ഡിസിപ്ലിൻ, എന്തിരി കൺസിസ്റ്റൻസി, എന്ത് തേങ്ങ, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇന്നും അല്ലാതെ പിന്നീട് 8 എണ്ണമാണ് അവർ തന്നത്. പിന്നെ 10 എണ്ണം വീണ്ടും തന്നു. എന്തിരി ഡിസിപ്ലിൻ, മൈൻഡ്ഫുൾ, ഹാർഡ് വർക്ക്, ഇൻസ്പയർഡ്, മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട്, പിന്നെ കൺസിസ്റ്റൻസി, ടൈം പ്ലാന്, അംബിഷൻ, പഞ്ച്വാലിറ്റി, ഇതിൽ ട്രൂത്ത്ഫുൾനെസ് അത് തേങ്ങ. പിന്നെ വേറെ എന്തുകൊണ്ട് വേറെ എന്തൊരു തേങ്ങ ഉണ്ട്, എന്തിനാന്താ ഞാനാണ് എഴുതിയോണ്ട് എനിക്കൊന്നും വായിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആയിരുന്നത്. ഫസ്റ്റ് പേജിൽ എന്തെങ്കിലും തേങ്ങ എഴുതിയാൽ ഫസ്റ്റ് പേജ് നീറ്റാണ്. ചുമ്മാ 6 ബുക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതിപ്പോൾ എക്സ്ട്രാ ഒരെണ്ണം ഇരിക്കുന്നു. ഇപ്പോൾ 6 ബുക്ക് വാങ്ങിച്ചിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നാളത്തേക്കുള്ള കോസ്റ്റ്യൂമ് അതേപോലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യണ വീഡിയോ ആക്കാം നമുക്കിന്ന്. അപ്പോൾ അമ്പച്ചി നല്ല ലെങ്തി ആവുന്നുണ്ട് ഗ്യാസ് വീഡിയോ. ഓക്കെ, ഇനി അവർ വന്നിട്ട് കാണാം, ഒന്ന് എഡിറ്റ് ചെയ്ത് തരണം. അതേപോലെ തന്നെ വീണ്ടും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ ഈ തൊപ്പിര .lol അതിലോട്ടൊന്ന് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അത് നടക്കുകയാണെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 വീഡിയോ ആക്കാം. അപ്പം സ്കൂൾ ടൈമിൽ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഗെയിമിംഗ് വീഡിയോ ഇട്ട് വരാൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഗൈസ്, അതാണ് സത്യാവസ്ഥ. പിന്നെ നമ്മൾ ഈ ഇന്ത്യൻ ബൈക്ക് അതിലോട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫേസ് ക്യാമിന് ഫോണില്ല. എല്ലാം കൊണ്ട് 3G ആയിട്ട് ഇരിക്കുന്നുണ്ട്, വായിൽ വിരളമിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം തന്നെ എത്ര ടൈമാണെന്ന് അറിയത്തില്ല, നോക്കട്ടെ. സോ കണ്ടന്റില്ലാത്ത വീഡിയോയിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഒരു പുല്ലാടെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട്. അയ്യോ, ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതാണോ ഇത്രയും നേരം ഗ്രൂപ്പിലായിരുന്നു, നമ്മളെ ക്ലബ് ഗ്രൂപ്പ്. അതിൽ 5-6 പേരെന്തേ ഉള്ളൂ. വേറെ കാര്യം, എന്നും ഗ്രൂപ്പ് ഓണാവാറില്ല, ഇടയ്ക്കൊക്കെയാണ് ഓണാറുള്ളൂ. അപ്പം അച്ഛനമ്മയും വന്നിട്ടുണ്ട്. നമ്മൾ ഒമ്പച്ചി സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, ഇത് പെന്നാണ് ഗൈസ്. പെന്ന് 10 പെന്ന് 80 രൂപ, ഒരു പെന്ന് 8 രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലക്സി പെന്നാണ് ഒരു പാക്കറ്റ്. ഇതാണ് ഒരു സെറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ജോമെട്രി ബോക്സ്. ക്യാമറ ഇല്ലല്ലോ, അത് അത്യാവശ്യം നമ്മൾ ഇപ്പോഴും മെസ്സേജാണ് ഗൈസ്. ഇതിന് ഒരു ബോക്സ് ആണ്, ഒരു കട്ടർ, ഒരു മറ്റേ റബ്ബർ, പെൻസില്, സ്കെയില്, പ്രൊട്രാക്ടർ, ഡിവൈഡർ, പിന്നെ മറ്റേ ട്രയാങ്കിൾ പോലത്തെ സാധനം ഉണ്ടല്ലോ, അന്തരായിരുന്നു അത്, പിന്നെ ഒരു കോമ്പസ്. ഇത്രയും സാമഗ്രികളാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബോക്സിൻ്റെ കടം ചെയ്തിട്ടുണ്ട്. മാറി ഈ സാമാനൊന്നും വേണ്ട നമുക്ക്, അക്കച്ചി പിള്ളേർ കൊണ്ടുപോകണത്. പിന്നെ ടാസ്ക്കാണ് ബുക്ക് ഗൈസ്. ഇപ്പോഴാണ് കാര്യം ഓർത്ത്, ഈ ബാഗിൽ സംഭവം എനിക്ക് 6 സബ്ജക്റ്റും പഠിക്കാൻ കാണും. എന്താ 6 സബ്ജക്റ്റും പഠിക്കാൻ കാണും. അപ്പോൾ ഇത്രയും ബുക്ക് കൊണ്ടുപോകണം എനിക്ക്. അതോടൊപ്പം തന്നെ 6 ടെക്സ്റ്റും ഉണ്ട് ഗൈസ്. 6 ടെക്സ്റ്റും കൊണ്ടുപോകണം. ഈ ബാഗിൽ ഞാൻ ഇത്രയും വെയിറ്റ് എങ്ങനെ കൊണ്ടുപോകും? തേങ്ങയാണ്. ഏതൊക്കെയാണ് എല്ലാ അക്കച്ചി ബുക്ക്, ക്ലാസ് ഫ്രണ്ട് ഒന്നുമില്ല. അതെ, അയ്യോ മീൻ സാധനം മറന്നല്ല. ബ്രൗൺ പേപ്പറല്ലേ ഗൈസ്, ബ്രൗൺ പേപ്പറിൽ ബുക്ക് പൊതിയണം എന്നാണ് ഓർഡർ. അത് വാങ്ങാൻ പറയാൻ മറന്നു. ബ്രൗൺ പേപ്പർ വാങ്ങണമല്ലേ, ബ്രൗൺ പേപ്പർ വാങ്ങിച്ച് പൊതിയണമല്ലോ. ആ പിന്നെ പൊതിയല്ലേ. നമുക്കിപ്പം നമുക്ക് സബ്ജക്റ്റ് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ പേരും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതിലേക്കാം. ഓക്കെ, ഇതേ കമ്പനിയിലിതും ഈ ബുക്കുകളൊക്കെ തേങ്ങ. ഓക്കെ, നമ്മളെ ബുക്കിൽ പേരൊക്കെ എഴുതിയിട്ട് എടുക്കാം. എൻ്റെ പേരെന്തായിരുന്നു? മിഥുൻ, MIDH. പെൻസിൽ കൊടുക്കാം. സ്റ്റാൻഡേർഡ് +1. സ്കൂള്, കോളേജ്. സ്കൂളിൻ്റെ പേരൊക്കെ വേണോ? എന്താണ് അതിൽ സബ്ജക്റ്റ് ഇല്ലല്ലോ? ഇതിലുണ്ടായിരുന്നല്ലോ സബ്ജക്റ്റ്. തേങ്ങ. സബ്ജക്റ്റ് സ്കൂളിൻ്റെ പേരെഴുതാൻ കൊടുത്തിരിക്കുന്നത് സബ്ജക്റ്റൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്കൂളിൻ്റെ പേര് കൊളത്തൂരല്ലേ? ഓക്കെ, എഴുതാം. ഓക്കെ, നമുക്ക് എല്ലാവരും എഴുതിയിട്ട് ഒന്ന് കാണാം. സോ ഗൈസ്, അങ്ങനെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ബാക്കി കാണണ്ട ഈ ഒരു ബാഗി പാൻറ്റും, അതെന്താ കൊറിയനാണെന്ന് തോന്നുന്നു, കൊറിയൻ ബാഗി പാൻറ്റും ഒരു ടിഷ്യൂ ഷർട്ടുമായിരുന്നു എന്നാണ് നമ്മളെ കോസ്റ്റ്യൂം. പിന്നെ ജോർദൻ, ഒരു യെല്ലോ കളർ ജോർദനായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. സംഭവം എല്ലാം സെറ്റാണ്. ഓക്കെ, അത് ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് തള്ളി കയറ്റാം. പിന്നെ നമ്മളെ ബോക്സിൻ്റെ അകത്തൊരു പെന്നും ബാക്കിയുള്ള സാമഗ്രികളൊക്കെ അത് ഇങ്ങോട്ടങ്ങ് തള്ളി കയറ്റി വയ്ക്കാം. ഓക്കെ, ചെറിയൊരു ബുക്കുണ്ടായിരുന്നല്ലോ നമുക്ക്, അതും കൂടെ വെച്ചാൽ ഞാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡ്രസ്സ് കോസ്റ്റ്യൂം കാണിച്ചു തരാൻ. അതാണ് ഇടണേന്ന്. അപ്പോൾ ഗൈസ്, നമുക്ക് ലൈറ്റ് ഇടാം. ഓക്കെ, അപ്പം നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ കോസ്റ്റ്യൂം ഒരു ബ്ലാക്ക് കളർ കൊറിയൻ ബാഗി. ഓക്കെ, ബ്ലാക്ക് കളർ കൊറിയൻ ബാഗി. പിന്നെ നമ്മളൊരു പുതിയ ഷർട്ടാണ്. ഓക്കെ, വരാണ്ട് തെറ്റിദ്ധരിക്കണ്ട, അത് കാര്യമാക്കണ്ട. നമ്മളെ പുതിയ ഷർട്ട് നമുക്കെടുക്കാം. റെഡ് കളർ. 2 എണ്ണം ഉണ്ടോ? പുതിയ ഷർട്ട് 2 എണ്ണം ഇരിപ്പുണ്ട്. അതെ, 2 3 എണ്ണം ഉണ്ടോ? എന്തൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഈ റെഡ് എടുക്കാം. ഓക്കെ, റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂ. ഇതെന്ത് സംഭവമാണ്? ഇതൊരു ബ്ലൂ കളർ. പിന്നെ ഒരു ബ്ലാക്ക് നോർമൽ പാൻറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കാതെ അങ്ങനെ വെച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റിങ്ങിലോട്ട് പോയ തേങ്ങ എന്ത് ഇല്ലാണാവും. ഓക്കെ, നമ്മൾ കോസ്റ്റ്യൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഷർട്ട് ചുരുങ്ങി നാശമായിട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മളെ ബാക്ക് പ്രിൻറ്റിങ് ആണ്. ഓക്കെ, ബാക്ക് പ്രിൻറ്റിങ് ആണ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ അർത്ഥമുണ്ടോ? ഫ്രണ്ടിലൊരു ഇതുവരം പ്രിൻ്റുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ നാളത്തെ കോസ്റ്റ്യൂം. അപ്പോൾ സോ ഗൈസ്, ഇന്നൊരു കണ്ടന്റ് ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പം നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണുന്നവരെ ജബാലി സൈനിങ് ഔട്ട്. ബൈ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശുഭദിനം. ബൈ.